ഹായ് ഓൾ. ഇത് രാവിലത്തെ ഒരു സമയമാണ്. ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ആകെ കൂടി നമ്മൾ ചില ദിവസം നമ്മൾ പറയില്ലേ, ചില ദിവസം നമ്മൾ അടുക്കളയിൽ കയറിയാൽ ചിലപ്പോൾ പണി അങ്ങോട്ട് നീങ്ങില്ല, ചിലപ്പോൾ നമ്മൾ വെച്ചത് കാണില്ല, എടുത്തത് കാണില്ല, പിന്നെ ഒരു മൊത്തത്തിലൊരു പണി നീങ്ങാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കേട്ടോ ഉണ്ടായത് രാവിലെ. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ രാവിലെ വന്ന് അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് കടല വെള്ളത്തിലിട്ടത് കൊണ്ടുപോയിട്ട് കുക്കറിലിട്ടു. അപ്പോൾ ഒരു 3 വിസിലൊക്കെ വന്നു. 3 വിസിൽ വന്നാൽ നോക്കുമ്പോൾ പിന്നെ എന്താ അത് വിസിൽ വരാത്തേ വെച്ചിട്ട് ഞാൻ നോക്കി നോക്കുമ്പോൾ നമ്മുടെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ആകെ കൂടി ഒരു കുറ്റിയല്ലേ ഉള്ളൂ. അവിടുന്ന് പിന്നെ പറയണ്ട, നേരെ പോയി വിറകൊക്കെ എടുത്തോടുന്ന് നമ്മൾ 2 അടുപ്പും അങ്ങോട്ട് കത്തിച്ചിട്ടോ. ഇപ്പോൾ നമ്മളാണെങ്കിൽ തലേ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് കൊടുന്നിടാത്തതുകൊണ്ട് അടുപ്പ് കത്തിച്ച് നോക്കുമ്പോൾ കിടന്ന ഒരു പുകച്ചൽ പോലെ ഇട്ട്, എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തി വെക്കുമ്പോൾ പിന്നെ നമ്മൾ വേഗം ചോറും കുടിവെള്ളം അങ്ങനെ ഓരോന്നും 2 അടുപ്പത്ത് അതും വെച്ചാൽ പിന്നെ കുറേ സമയത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും വെക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ നല്ലോണം കത്തിച്ച് നോക്കുമ്പോൾ പിന്നെ കത്തൽ നല്ല കൂടിയിട്ടും പോയി. അപ്പോൾ നമ്മൾ ഈ ഉപ്പേരി കറികൾ ചോറൊക്കെ ആകുമ്പോൾ നന്നായി കത്തിയോണ്ട് കുഴപ്പമില്ല, അത് പെട്ടെന്നാവും. പക്ഷേ നമ്മുടെ ഈ ഉപ്പേരിയും കുഴപ്പമില്ല, ഒരു ഇത്തിരി വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചാൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പപ്പടം കാച്ചുക, അതുപോലെ നമ്മൾ സോയാബീനൊക്കെ വറുത്തെടുക്കുക, അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴാണ് ഞാൻ ശരിക്കും അത് കത്തൽ കൂടിയിട്ടും പോയി പെട്ടെന്ന് കരിയാണ്. അപ്പോൾ പിന്നെ നേരെ അടുപ്പിൻ്റെ ഇടയിലുള്ള ചെറിയ വട്ടത്തിൽ പിന്നെ നമ്മുടെ സോയാബീന് ഞാൻ അങ്ങനെ കത്തൽ കൂടി വെക്കുമ്പോൾ ഞാൻ ആ വട്ടത്തിൽ വെച്ചു. അപ്പോൾ പിന്നെ ഈ കത്തലിൻ്റെ ചൂടുകൊണ്ട് അത് അങ്ങനെ പതുക്കെ അത് മൂത്ത് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ ശരിയായി. ഇതിപ്പോൾ സാധാരണ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക്, അതാണെങ്കിൽ 2ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കാണെങ്കിൽ ലഞ്ചും കൊടുക്കണം, രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞയക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ പിന്നെ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിന് ഇത് വേഗം റെഡി ആവണം എന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ, ഒരു ആവലാതിയാണ്. എന്തായാലും ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അടുപ്പത്ത് അങ്ങനെ അങ്ങോട്ട് പൂരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ പരത്തലെല്ലാതും കഴിഞ്ഞു, ഒക്കെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കടലയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ 2-3 വിസിൽ വന്നതുകൊണ്ട് അത് ഒരു അത്യാവശ്യം വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ തന്നെ ഞാൻ അതിൽ വെച്ചു. പിന്നെ നമ്മുടെ ഒരു അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ പിന്നെ ചട്ടി അങ്ങോട്ട് വെച്ചു. അതിൽ നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ അതൊക്കെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മളെ കടലയും എല്ലാതും കൂടി ഒഴിച്ചതിന് ശേഷം പിന്നെ അത് അത്യാവശ്യം നേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുത്തപ്പോഴേക്കും പിന്നെ കടല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി കറിയായി. പിന്നെ മറ്റേ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പൂരി അങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി കത്തുന്നത് കൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞും പോവുക. അപ്പോൾ കത്തൽ കുറയുമ്പോൾ അതങ്ങോട്ട് പൊള്ളക്കണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റിലൊക്കെ. പിന്നെ അതങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് ചുട്ട് വെക്കുമ്പോൾ പിന്നെ ശരിക്കും പോലെ അങ്ങോട്ട് വന്നു. നമ്മളെ ഈ അടുപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കത്തും, നല്ല അടുപ്പാണ് കേട്ടോ. തീരെ അകത്താണെന്നുണ്ടെങ്കിൽ തീരെ പുകയില്ലാത്ത അടുപ്പാണ്, ഓൾറെഡി പുകയില്ലാത്ത അടുപ്പാണ്. പക്ഷേ തീരെ പുക വരാറില്ല, അകത്തൊന്നും തീരെ പുക വരില്ല, അടുക്കളയിലും പുകയൊന്നും തീരെ വരില്ല. പിന്നെ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കത്തും കേട്ടോ അടുപ്പ്, അത്രയും നല്ല അടിപൊളി അടുപ്പാണ് കേട്ടോ. അപ്പോൾ കത്താനൊന്നും കുഴപ്പമില്ല, കത്തി പിടിച്ച സൂപ്പറായിട്ട് കത്തും, നല്ല തീയായിരിക്കും. അപ്പോൾ അടുപ്പൊക്കെ അതുകൊണ്ട് നല്ല സുഖമാണ് കത്തിക്കാൻ കേട്ടോ. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ പപ്പടം കാച്ചൽ മീൻ വറുക്കലൊക്കെ ഇട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ തീയൊക്കെ കനലൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ എടുക്കേണ്ടി വരും. കാരണം അത്രയും കനലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. നമുക്കാണെങ്കിൽ ഈ മീൻ വറക്കുക അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ ചൂടിൽ ഇങ്ങനെ പതുക്കെ കുറഞ്ഞ ചൂടിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കനലും എല്ലാതും കൂടിയിട്ട് വേഗം കരിയും, അതും ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ വരുമ്പോൾ ഞാൻ കുറേ കനലൊക്കെ അങ്ങോട്ട് വാരി പുറത്തേക്കൊക്കെ ഇടും അങ്ങനെ. എന്തായാലും നമ്മുടെ പൂരിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ നീറ്റ് അവരും കുളിച്ച് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല പെരും മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത്. എന്തോ ഭാഗ്യത്തിന് കറണ്ട് പോയിട്ടില്ല, അതും കൂടി ആയാൽ ബെസ്റ്റായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഈ പോണ സമയത്തേക്ക് ഇത് എന്തൊരു മഴയാണെന്ന് വിചാരിച്ചിട്ട്.
അത്ര പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളത് അവർക്ക് വേണ്ടതൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ ചോറും പിന്നെ അതുപോലെ കടലക്കറി ആയിട്ടുണ്ട്, പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട്, സോയാബീൻ ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ പൂരിയും ഓൾറെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചായയും അങ്ങനെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ഞാൻ നമ്മുടെ കടലക്കറി അല്ല കൊടുത്തു വിടാറ്. ചായൻ്റെ കടിയുടെ ആ കറി കൊടുക്കാറില്ല. വല്ല കുമ്പളങ്ങ കറിയാ, മോര് കറിയാ, അതല്ലെങ്കിൽ വെള്ളരിക്ക കറിയാ, സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും കറിയാണ് കൊടുത്തു വിടുക. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇനി ഒന്നും കൂടി ഉണ്ടാക്കാൻ ഇപ്പോൾ അതിന് അടുപ്പൊന്നും ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കടലക്കറി തന്നെ അങ്ങോട്ട് കൊടുക്കുക, ചോറിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിത്തു ആണെങ്കിൽ കടല അങ്ങനെ മാറ്റിയിടുന്ന ഒരു പരിപാടിയുണ്ട്. കടല കഴിക്കില്ല അധികം. ഞാൻ ഒപ്പം ഇരുന്നാലാണ് നിത്തു കഴിക്കുള്ളൂ കടലയിട്ട്, അല്ലെങ്കിൽ അവൻ അതൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി എന്തായാലും സ്കൂളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കടലൊക്കെ ഒന്ന് അങ്ങോട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അത് പിന്നെ അറിയില്ല, അങ്ങനെ അങ്ങോട്ട് പോവും. അങ്ങനെ വിചാരിച്ചിട്ട് അതുതന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഉച്ചത്തേക്കുള്ള കറികൾ ആയിട്ടില്ല. അത് നമ്മളിതാ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തലേ ദിവസം ആൾ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ നിറച്ചും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിന് തണുപ്പൊക്കെ മാറി കിട്ടി വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അപ്പോഴേക്കും പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അടുക്കള ക്ലീനിങ് കാര്യങ്ങൾ അതെല്ലാം കഴിയുമ്പോഴേക്കും അത് അങ്ങോട്ട് നന്നാക്കണ രീതിയിലേക്ക് ആവുകയും ചെയ്യും. ഇനി എന്തായാലും ഞാനിതാ കുട്ടികൾക്ക് ഇനി ചായയൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ കണ്ണനൊക്കെ ചായ കുടിച്ചിട്ട് കണ്ണനും പോവാണ്. കണ്ണൻ 7:45 കണ്ണൻ പോണത് കേട്ടോ. കണ്ണന് ട്യൂഷൻ 8 മണിക്കാണ്. 8 to 9 കണ്ണൻ്റെ ട്യൂഷൻ്റെ ടൈം. അപ്പോൾ കണ്ണതാ ചായ കുടിച്ച് ചോറൊക്കെ ഇട്ടതാ. കണ്ണൻ മഴ ഉണ്ടല്ലോ, മഴ ഇപ്പോൾ പോണ സമയത്തേക്ക് ഉണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടയൊക്കെ പിടിച്ചിട്ട് ആളങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. കാരണം ബസ്സിനാണ് പോവുക. നിത്തുവിന് പോകേണ്ട ടൈം 9 മണിയാണ്. ചിലപ്പോൾ 8:45 ആ ടൈമിന് വണ്ടി വരും. അപ്പോൾ നിത്തു ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം. ഞാനിനി മറ്റുള്ള പണികൾക്കൊക്കെ പോട്ടെ.